എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പ്ലസ് ടു പബ്ലിക് എക്സാം 2024 25 അവിടെ വേണ്ടത്. തമിഴിൽ വന്ന മിസ്റ്റേക്കാണ്, ഞാനിത് മാറ്റിക്കോളാം. 25 പബ്ലിക് എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളാണ് ഇനി വിദ്യാർത്ഥികളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ പ്ലസ് ടു പബ്ലിക് എക്സാം 2025 അത് തമിഴിൽ വന്ന മിസ്റ്റേക്കാണ്, ഞാൻ മാറ്റിക്കോളാം. അപ്പം നിങ്ങൾ 25 എന്നാണ് വിദ്യാർത്ഥികൾ നോക്കേണ്ടത്. അപ്പോൾ പ്ലസ് ടു പബ്ലിക് എക്സാം 2025 പരീക്ഷ എഴുതാൻ പോകുന്ന ഒരു വിദ്യാർത്ഥി 1200 മാർക്ക് സ്കോർ ചെയ്യണമെന്ന ആഗ്രഹമാണ് എല്ലാ വിദ്യാർത്ഥികളുടെയും മനസ്സിലുള്ളത്. അതായത് പ്ലസ് ടു എന്ന വലിയ സംഖ്യയിൽ ഫുൾ എ പ്ലസ് എന്ന കോൺസെപ്റ്റ് മാറ്റി നിർത്തൽ. എസ് എൽ സി വരെയുള്ളൊരു കോൺസെപ്റ്റ് എന്നാന്ന് ഞാൻ ആദ്യം പറയുകയാണെങ്കിൽ ഫുൾ എ പ്ലസ് എന്നാണ് കോൺസെപ്റ്റ്. പ്ലസ് ടുവിൽ ഫുൾ എ പ്ലസ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ പോലും വിദ്യാർത്ഥികളും ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെക്കുന്നത് 1200 1200 എന്ന വലിയ ഫുൾ എ പ്ലസ് എന്നതിന് അല്ലെങ്കിൽ നിശ്ചിത ശതമാനം എ പ്ലസ് എന്നതിന് പുറമെ 1200 എന്ന വലിയ സംഖ്യയിൽ എനിക്ക് എത്ര മാർക്ക് നേടാൻ സാധിക്കുമെന്നാണ് പല വിദ്യാർത്ഥികളുടെയും, അത് കൂടുതൽ വിദ്യാർത്ഥികളുടെയും തീരുമാനം. അതായത് എ പ്ലസ്, ഇപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ എൻ്റെ പ്ലസ് ടു ജീവിതത്തിലെ അനുഭവങ്ങളെക്കുറിച്ച് ഞാൻ കുറച്ചെടുക്കുകയാണെങ്കിൽ എനിക്ക് 1200 ഏതാണ്ട് 924 മാർക്കാണ് ഞാൻ സ്കോർ ചെയ്തത്. 924 മാർക്കാണ് സ്കോർ ചെയ്തത്. എനിക്ക് ഏതാണ്ട് 77% മാർക്ക് എനിക്ക് എന്തുണ്ട്, പ്ലസ് ടുവിലുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 77% മാർക്കുള്ള എനിക്ക് പ്ലസ് ടുവിൽ ഒരു എ പ്ലസ് പോലും ഇല്ല. അതേസമയം 68% മാർക്കുള്ള എനിക്ക് പരിചയമുള്ള എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. 68% മാർക്കേ ഉള്ളൂ, പക്ഷേ 3 എ പ്ലസ് വരെ ഉള്ളവരുണ്ട്. 68% മാർക്കും 3 എ പ്ലസ് വരെ ഉള്ളവരുമുണ്ട്. അപ്പം നിങ്ങൾ പലരും ആലോചിക്കുന്നൊരു ചോദ്യമാണ്, 77 എനിക്ക് എന്തുകൊണ്ടാണ് അവനെ കഴിഞ്ഞും ഏതാണ്ട് 9% മാർക്ക് അധികമുണ്ട്, പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് എ പ്ലസ് ഇല്ലാത്തതെന്ന്. അതായത് സംഭവിച്ചത് എന്തുമാത്രം വെച്ചാൽ, അത് ഈ എന്തുകൊണ്ടാണ് 68% ആ വിദ്യാർത്ഥിക്ക് 3 എ പ്ലസ് കിട്ടിയത്, അതാണ് നമ്മൾ ആദ്യം നോക്കേണ്ട കാര്യം. അതായത് ആ വിദ്യാർത്ഥിക്ക് എ പ്ലസ് കിട്ടിയതിനുള്ള കാരണം എന്ന് പറയുകയാണെങ്കിൽ, ആ വിദ്യാർത്ഥിയുടെ മാർക്ക് എന്ന് പറയുകയാണെങ്കിൽ 3 വിഷയങ്ങൾക്ക് എ പ്ലസ് മാർക്കും മറ്റു 3 വിഷയങ്ങൾക്ക് കുറവ് മാർക്കുമാണ് ആ വിദ്യാർത്ഥിക്ക് ലഭിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ആ വിദ്യാർത്ഥിയുടെ അങ്ങനത്തെ ഒരു മാർക്ക് വിദ്യാർത്ഥിക്ക് വന്നത്. 3 വിഷയത്തിന് നല്ല മാർക്ക് ലഭിക്കുകയും മറ്റു 3 വിഷയത്തിന് തീരെ താഴേക്ക് പോവുകയും ചെയ്തു. ജയിച്ചു എന്നൊരു കോൺസെപ്റ്റ് അല്ലാതെ. പക്ഷേ എൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, 77% മാർക്കുള്ള എനിക്ക് എന്തുകൊണ്ട് ഒരു എ പ്ലസ് പോലും കിട്ടിയില്ല എന്നൊരു കോൺസെപ്റ്റ്. എൻ്റെ മാർക്ക് എന്ന് പറയുന്നത് ചിതറിക്കിടക്കുന്നൊരു മാർക്കാണ്. അതായത് എല്ലാ വിഷയത്തിലും, അതിപ്പം ഞാൻ ഹ്യൂമാനിറ്റീസ് ആണ് പഠിച്ചത്. പൊളിറ്റിക്കൽ സയൻസിൽ എനിക്ക് എത്രയാണ് 200 എന്ന കോൺസെപ്റ്റിൽ പൊളിറ്റിക്കൽ സയൻസിൽ എത്ര 152, ഹിസ്റ്ററിയിൽ 172, മലയാളത്തിൽ 173, അങ്ങനെ ചിതറിയാണ് എൻ്റെ മാർക്ക് കിടക്കുന്നത് എല്ലാ വിഷയത്തിലും. അതുകൊണ്ട് തന്നെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് മലയാളം ഇപ്പം പറയണ മലയാളം, ഹിസ്റ്ററി, പൊളിറ്റിക്സ് ഈ 3 വിഷയത്തിന് ഏതാണ്ട് 5 മാർക്കിൽ താഴെയാണ് എൻ്റെ എ പ്ലസ് നഷ്ടമായത്. അതാണ് 77% മാർക്കുണ്ടായിട്ടും എനിക്ക് എ പ്ലസ് കിട്ടുന്നത്. അപ്പോൾ ഇതെനിക്ക് ശരിക്കും പറയണമെങ്കിൽ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ വിചാരിക്കുക എൻ്റെ മാർക്ക് എന്തിനാണ് നിങ്ങളോട് പറഞ്ഞത്, എന്തിനാണ് റിവീൽ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കും. ഇത് ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞു തന്നെ വെച്ചാൽ നിങ്ങളെ ഈ ഒരു ട്രാക്കിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ്. ഈ ഒരു ട്രാക്കിലേക്ക് ഞാൻ ഏത് വിഷയത്തെക്കുറിച്ചാണോ ഞാൻ സംസാരിക്കാൻ പോകുന്നത്, ആ വിഷയത്തിൻ്റെ ട്രാക്കിലേക്ക്, ആ റൂട്ടിലേക്ക് നിങ്ങളെ ഒന്ന് എത്തിക്കണം. അതിനുവേണ്ടി മാത്രമാണ് ഉദാഹരണമായിട്ട് ഞാൻ ഈ കേസ് എടുത്തിട്ടത്. അപ്പോൾ ഇനി നമുക്ക് ആ കേസ് വിശദമായി 1200 ഒരു വിദ്യാർത്ഥി 1200 എത്ര മാർക്ക് വരെ സ്കോർ ചെയ്യണം, മാക്സിമം എത്ര സ്കോർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഓരോ വിദ്യാർത്ഥിയും വാശിയോടെ പഠിക്കുന്നൊരു കാര്യം. അതായത് 1200 വേണം, അല്ലെങ്കിൽ എനിക്ക് 1000-ന് മേലെ വേണം
ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഡിഗ്രി പോലെയുള്ള അഡ്മിഷൻസ് ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ഉപരി ഇപ്പം ഞാനിപ്പം കഴിഞ്ഞ വർഷം 2024 പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ്. അപ്പോൾ ഒരു നല്ലൊരു ഡിഗ്രി അഡ്മിഷനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ് നിങ്ങളെങ്കിൽ, ഡിഗ്രി പോലെയുള്ള കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് മിനിമം എന്ത് ചെയ്യണം, നല്ലൊരു മാർക്ക് തന്നെ, നിങ്ങൾക്ക് നല്ല മാർക്കോടെ തന്നെ നിങ്ങൾ പ്ലസ് ടു പാസ്സാകണം. കാരണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല ഗവൺമെൻറ് കോളേജുകളിൽ ഡിഗ്രി കിട്ടുകയുള്ളൂ. നിങ്ങൾ ഗവൺമെൻറ് കോളേജിൽ ഡിഗ്രി പഠനം ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ എൻ്റെ പൊന്നു വിദ്യാർത്ഥികളോട് എൻ്റെ സ്റ്റുഡൻസിനോട് എനിക്ക് ഒറ്റൊരു കാര്യമേ പറയാനുള്ളൂ. എനിക്ക് സ്നേഹത്തോടെ തന്നെ എൻ്റെ പൊന്നായ വിദ്യാർത്ഥികളോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. നിങ്ങൾക്ക് ഡിഗ്രി അഡ്മിഷൻ ഗവൺമെൻറ് കോളേജിൽ ഇപ്പോൾ 4 വർഷം ഡിഗ്രി പ്രോഗ്രാമാണ്. നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജിൽ ഡിഗ്രി പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, 1200-ൽ ഒരു 1000-ന് മേലെ മിനിമം ഒരു 1000 മാർക്കെങ്കിലും നിങ്ങൾ സ്കോർ ചെയ്യാൻ ശ്രദ്ധിക്കുക. 1000-മോ അതിന് മേലേക്കോ. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഒരു ഗവൺമെൻറ് കോളേജിൽ ഡിഗ്രി പ്രവേശനം നേടാൻ പറ്റുകയുള്ളൂ. കാരണം ഡിഗ്രി അഡ്മിഷനൊക്കെ പോകുമ്പോൾ നല്ല മാർക്കിൻ്റെ പിടിപാടുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് കിട്ടുക. മാർക്ക് ബേസ് ചെയ്താണ്. അതായത് നിങ്ങളുടെ +1-ൽ എങ്ങനെയാണ് അലോട്ട്മെൻറ്റ് നടന്നത്, SWS എന്ന പ്രോഗ്രാം വഴിയല്ലേ നിങ്ങളുടെ +1 പ്രവേശനം. അത് സിംഗിൾ വിൻഡോ സിസ്റ്റം എന്ന് പറഞ്ഞ SWS എന്നൊരു പ്രൊസീജിയർ വഴിയാണ് നിങ്ങൾക്ക് +1 അഡ്മിഷൻ ലഭിച്ചത്. ഡിഗ്രിക്കും ഇതേ SWS സിസ്റ്റമാണ്, അതായത് സിംഗിൾ വിൻഡോ സിസ്റ്റമാണ്. ഏകജാലക പ്രവേശന സംവിധാനം വഴിയാണ് ഡിഗ്രിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പ്രവേശനം നൽകുക. നിങ്ങളുടെ +1 അലോട്ട്മെൻറ്റിന് വേണ്ടി നിങ്ങൾ കൊടുത്തതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പോൾ കേരളത്തിലെ പ്രമുഖ യൂണിവേഴ്സിറ്റികളായ കണ്ണൂർ, കാലിക്കറ്റ്, MG, പിന്നെ കേരള, ഈ 4 യൂണിവേഴ്സിറ്റികൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണോ നിങ്ങൾ ബിരുദ പഠനം ആഗ്രഹിക്കുന്നത് ആ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, +1-ൽ രജിസ്റ്റർ ചെയ്തതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ +1-ന് വേണ്ടി നിങ്ങൾ SLCയുടെ മാർക്കിൻ്റെ ഷീറ്റാണ് രജിസ്റ്റർ ചെയ്തത് എന്ന് പറഞ്ഞ പോലെ +2-വിൻ്റെ മാർക്കും നിങ്ങളുടെ മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം വെച്ച് നിങ്ങൾ ഫീസ് അടച്ച് എന്ത് ചെയ്യണം, യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ചെയ്യണം. നിങ്ങൾ അപേക്ഷ കൊടുക്കണം. ഈ SWS ഇത് നിങ്ങൾ +1 അലോട്ട്മെൻറ്റിന് വേണ്ടി, ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ +1 അലോട്ട്മെൻറ്റിന് വേണ്ടി 1, 2, 3 ഞങ്ങൾക്ക് സ്കൂളുകളുടെ ഓപ്ഷൻ കൊടുത്തു, കോഴ്സ് കൊടുത്തു. എനിക്ക് സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊടുത്തില്ല. അതുപോലെ തന്നെ ഡിഗ്രിയിൽ ഏത് കോഴ്സാണ് ആഗ്രഹിക്കുന്നത് ആ കോഴ്സും കോളേജും കൃത്യമായിട്ട്, ചുരുക്കി പറഞ്ഞാൽ +1-ന് എങ്ങനെയാണോ അലോട്ട്മെൻറ്റ് കൊടുത്തത് അതേ രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഡിഗ്രിക്കും നിങ്ങൾ അപേക്ഷ കൊടുക്കണം. +1-ൽ നടന്നതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റും തേർഡ് അലോട്ട്മെൻറ്റും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റും സ്പോട്ട് അഡ്മിഷനും ഒക്കെ തന്നെ എന്തുണ്ട്, ചുരുക്കി ഡിഗ്രിക്കുമുണ്ട്. അതായത് +1-ൽ നിങ്ങളെ പ്രവേശനത്തിന് വേണ്ടി എന്തൊക്കെ പ്രൊസീജിയറുകളാണോ ഉള്ളത് അതേ പ്രൊസീജിയർ തന്നെയാണ് ഡിഗ്രിയിലും. ഫസ്റ്റ്, സെക്കൻഡ്, പിന്നെ തേർഡ്, പിന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്, സ്പോട്ട് അഡ്മിഷൻ, ഇത് 4-മാണ് +1-ൻ്റെ പ്രൊസീജിയർ. അതേ രീതിയിൽ തന്നെയാണ് ഡിഗ്രി പ്രൊസീജിയറും പോകുന്നത്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും, സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും, തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും, അതിനുശേഷം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വിളിക്കും, അവസാനം സ്പോട്ട് അഡ്മിഷനും വിളിക്കും. ഈ 4 പ്രൊസീജിയറിലൂടെയാണ് ഡിഗ്രി പ്രവേശനത്തിലേക്ക് വിദ്യാർത്ഥികളെ ഇൻവൈറ്റ് ചെയ്യുന്നത്, ഡിഗ്രി പ്രവേശനം നൽകുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി പ്രവേശനം ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നല്ല മാർക്കോട് കൂടി നിങ്ങൾ പഠിച്ചോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി സ്വപ്നം നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം കൂടുതൽ മാർക്കുള്ള വിദ്യാർത്ഥികൾ അപേക്ഷയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ നിന്നും വളരെ താഴെ പോകും. കാരണം ഇപ്പം റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. ഇത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഡിഗ്രിയുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ആ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. എന്തിനാണ് ആ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്, എത്ര മാർക്ക് വരെയുള്ള വിദ്യാർത്ഥിയാണ് ഈ അലോട്ട്മെൻറ്റിൽ പ്രവേശനം നേടിയത്, എത്ര മാർക്ക് വരെയുള്ള ഒരു വിദ്യാർത്ഥിയാണ് പ്രവേശനം നേടിയത്. അതായത് ഇപ്പം 1200 ഇൻഡെക്സ് മാർക്ക് കണക്ക് വരുമ്പോൾ 1200-ൽ ഒരു 1000 ഇൻഡെക്സ് മാർക്കുള്ള ഈ 1000 ഒന്നും ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കയറില്ല. മിനിമം ഒരു 1000 മാർക്കുള്ള വിദ്യാർത്ഥിയൊക്കെ മിനിമം തേർഡ് അലോട്ട്മെൻറ്റിലൊക്കെയാണ് കയറാറ്. അപ്പം നിങ്ങൾക്ക് ഇൻഡെക്സ് മാർക്കൊക്കെ നോക്കുമ്പോൾ നിങ്ങളുടെ മാർക്ക് നിലവാരം വളരെ താഴെ പോകും. കാരണം നിങ്ങൾക്ക് ആ ഇൻഡെക്സ് മാർക്ക് നിലവാരം ഉയർത്തണമെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ വഴി മാത്രമാണുള്ളത്, +2-ൽ 1200 എന്ന സംഖ്യയിൽ 1200-ൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം പറ്റാവുന്നതിൽ സ്കോർ ചെയ്യുക. എനിക്കിപ്പോൾ 1200-ൽ 924 മാർക്കാണ് എൻ്റെ മാർക്ക്. അപ്പോൾ
അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ എടുത്തു. എനിക്ക് 924 എന്ന് പറയുവാണെങ്കിൽ എന്നെ സംബന്ധിച്ചൊരു വലിയ സംഖ്യയാണ്. കാരണം ഞാൻ എസ് എൽ സിനെ കഴിഞ്ഞു. എസ് എൽ സിയുടെയൊക്കെ ഡബിൾ ഇരട്ടി പ്ലസ് ടുവിൽ ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു. എസ് എൽ സിയുടെ പറയുവാണെങ്കിൽ എനിക്ക് ഏതാണ്ട് ഒരു A+ ആണുള്ളത്. ഏതാണ്ട് 69% മാർക്കാണ്. എസ് എൽ സിന്നൊന്നും ഞാൻ എസ് എൽ സി പരീക്ഷയൊന്നും എഴുതുമ്പോൾ ഞാൻ അത്ര കാര്യമായുള്ള രീതിയിൽ പഠിക്കുന്നൊരു സ്റ്റുഡൻ്റ് അല്ല. പിന്നെയും ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കാൻ തുടങ്ങിയത് പ്ലസ് ടുവിലാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ എസ് എൽ സി മാർക്ക് വെച്ച് നോക്കുമ്പോൾ പ്ലസ് ടുവിലെ മാർക്കിന് നല്ല ഡിഫറൻസ് ഉണ്ട് എന്ന് പറഞ്ഞ പോലെ പ്ലസ് ടുവിലാണ് ഞാൻ അത്യാവശ്യം പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കഴിവിൻ്റെ പരമാവധിയാണ് എന്ത് ഈ 924 മാർക്ക് ഞാൻ എടുത്തെന്ന് പറയുന്നത്. എൻ്റെ കഴിവിൻ്റെ പരമാവധിയാണ് 924 മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി എത്ര മാർക്കാണോ അത്രയും മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതായത് മാക്സിമം നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പഠിച്ച് തന്നെ മുന്നോട്ട് പോവുക. പരീക്ഷ ഒക്കെ വരും. പരീക്ഷയുമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോവുക, നല്ല രീതിയിൽ പഠിക്കുക, മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക. പിന്നെ പ്ലസ് ടുവിൽ പല വിദ്യാർത്ഥികൾക്കുമുള്ളൊരു കോൺസെപ്റ്റാണ് ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്ന കാലത്ത് നിങ്ങൾ ഫെയിൽ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്ന കാലത്ത് നിങ്ങൾ വിചാരിക്കും എന്താണ് ഫെയിൽ ആയിക്കഴിഞ്ഞാലും പ്രശ്നമില്ല, നമുക്ക് എഴുതിയെടുക്കാമെന്നൊക്കെ. അപ്പം നിങ്ങൾക്കത് ബുദ്ധിമുട്ട് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന കാലത്ത് നിങ്ങൾക്ക് എക്സാം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരും മറ്റ് കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കൂടെ കാണും. പക്ഷേ പ്ലസ് ടു കഴിഞ്ഞ് ഇപ്പം ഈ വരാൻ പോകുന്ന മാർച്ച് എക്സാം കഴിയുന്നതോടെ നിങ്ങളുടെ പ്ലസ് ടു ബാച്ചിൻ്റെ കാലാവധി കഴിഞ്ഞു. നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞ് എന്ത് ചെയ്യുവാണ്? നിങ്ങളുടെ സ്കൂളുകളിൽ നിന്നും പഠിത്തം കഴിഞ്ഞ് ഇറങ്ങുകയാണ്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വഴിയാണ്. അതായത് നിങ്ങൾക്ക് ഏത് കോഴ്സ് പഠിക്കണം, നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സംഭവിക്കാൻ പോകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങളുടെ കൂടെ കളിക്കും, ചിരിക്കും, തരികിടയ്ക്കും എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാർ എന്ത് ചെയ്യും? ജയിച്ചു പോകും. നിങ്ങളവിടെ തോറ്റ് കിടക്കും. നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന ഒറ്റ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂടെ 2 വർഷം കളിക്കാനും ചിരിക്കാനും എല്ലാ പരിപാടിക്കും എല്ലാത്തിനും നിങ്ങളുടെ കൂടെ സെറ്റായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സും മറ്റ് കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എല്ലാത്തിനും. പക്ഷേ റിസൾട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങൾ ചിലപ്പോൾ ഫെയിലായി പോകും. നിങ്ങളുടെ കൂടെ എല്ലാ തരികിടയ്ക്കും, എല്ലാ ഉഴപ്പത്തരത്തിനും, എല്ലാ കളിക്കും, എല്ലാ പരിപാടിക്കും കൂട്ടുനിന്ന അവർ ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ജയിച്ചു പോയിട്ടുണ്ടാവും. അന്നേരമാണ് നിങ്ങളുടെ ഉള്ളുരുകാൻ പോകുന്നത്. പിന്നീട് അത് എഴുതിയെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായി മാറും. അതുകൊണ്ട് തന്നെ മാക്സിമം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് എഴുതണം. ഈ മെയിൻ എക്സാമിൽ തന്നെ മാക്സിമം പാസ്സായി പോകാൻ ശ്രദ്ധിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നതായിരിക്കും. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ നമ്പർ നിങ്ങൾക്ക് ഗ്രൂപ്പ് അഡ്മിൻ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഗ്രൂപ്പ് അഡ്മിൻ്റെ നമ്പറിലെടുത്ത് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്നോട് സംശയങ്ങളൊക്കെ ചോദിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.